ഒരു പ്രളയകാലത്ത് തീക്ഷ്ണമതിയായ കൊച്ചച്ഛൻ ദൈവത്തിൻ്റെ പ്രൊവിഡൻസിനെ കുറിച്ച് പ്രസംഗം എഴുതിക്കൊണ്ടിരിക്കുക. പള്ളിമേടയുടെ പകുതിയോളം വെള്ളം കയറി. അപ്പോൾ ഒരു വഞ്ചി വന്നു. അവർ പറഞ്ഞു, അച്ഛൻ വാ കയറി രക്ഷപ്പെടാം. അപ്പം അച്ഛൻ പറഞ്ഞു, നിങ്ങൾ പൊക്കോ, ദൈവം നോക്കിക്കോളും. പിന്നെ വെള്ളം കയറി അച്ഛൻ മേശപ്പുറത്തിരുന്ന് പ്രസംഗം എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ രണ്ടാമത്തെ വഞ്ചി വന്നു. അവർ പറഞ്ഞു, അച്ഛൻ വാ രക്ഷപ്പെടാം. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നിങ്ങൾ പൊക്കോ, ദൈവം ഉണ്ടല്ലോ. പിന്നെ വെള്ളം കയറി ടെറസിൻ്റെ മുകളിൽ കയറിയിരിക്കുക അച്ഛൻ. അരയോളം വെള്ളം എത്തി. ബാക്കി എല്ലാവരും വഞ്ചി രക്ഷപ്പെട്ട് കഴിഞ്ഞു. ഒരു ഹെലികോപ്റ്റർ വന്നു. അച്ഛാ കയറി വാ. അച്ഛൻ പറഞ്ഞു, ദൈവം നോക്കിക്കോളും, നിങ്ങൾ വിട്ടോ. പിന്നെ വെള്ളം മുങ്ങി, അച്ഛൻ മുങ്ങി മരിച്ചു. മുകളിൽ ചെന്നപ്പോൾ പത്രോസിനെ കണ്ടപ്പോൾ കൊച്ചച്ഛൻ ദേഷ്യപ്പെട്ടു, എന്ത് പ്രൊവിഡൻസ്, എന്ത് പ്രോമിസാണ് നിങ്ങൾ തന്നിട്ടുള്ളത്. അപ്പോൾ പത്രോസ് പറഞ്ഞു, കൊച്ചച്ഛൻ മിണ്ടരുത്, 2 വഞ്ചിയും ഒരു ഹെലികോപ്റ്ററും ഇട്ടില്ലേ ദൈവം നിന്നെ രക്ഷപ്പെടുത്താൻ, കയറി പോരായിരുന്നില്ലേ. ചില ആൾക്കാർ കരുതുന്നത് പ്രൊവിഡൻസ് എന്ന് പറഞ്ഞാൽ പ്രൂഡൻസ് ഇല്ലായ്മ എന്നാണ്. ഇന്നത്തെ ഗോസ്പലിൽ ഈശോ പിൻവാങ്ങി എന്നാണ് പറയുക. മാർക്കോസിൻ്റെ ഗോസ്പലിൽ 11 തവണയാണ് ഈശോ പിൻവാങ്ങിയെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈശോ പിൻവാങ്ങിയതേ പേടിച്ചിട്ടൊന്നുമല്ല, ഈശോയുടെ സമയമായിട്ടുണ്ടായിരുന്നില്ല. ജീസസ് ചോസ് ഹിസ് ബാറ്റിൽ വൈസ്ലി. പ്രൂഡൻസോടുകൂടിയാണ് ഈശോ കാര്യങ്ങളെ നോക്കിക്കണ്ടതെന്നുള്ളതാണ്. മറ്റൊരു കാര്യം ഇന്നത്തെ ഗോസ്പലിൽ പറയുന്നത്, ജനക്കൂട്ടം വർദ്ധിച്ചു വരുന്ന കണ്ടപ്പോൾ ഈശോ ശിഷ്യന്മാരോടൊരു പ്രാക്ടിക്കൽ നിർദ്ദേശം പറയുന്നുണ്ട്, ഒരു വഞ്ചി ഒരുക്കി വയ്ക്കുക. കാരണം ഇവരെല്ലാം കൂടി നമ്മൾ ചവിട്ടി മതിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് പ്രൂഡൻസ് എന്ന് പറയുക. ഈശോ ചിന്തിച്ചില്ല ഞാൻ സൂപ്പർമാൻ ആണെന്ന്. ഈശോക്കറിയാം ഈസ് എ സൺ ഓഫ് മാൻ. അപ്പോൾ അവിടെ വലിയ ഗിമിക്സും മാജിക്കൊന്നും അല്ല ആവശ്യം, അവിടെ പ്രൂഡൻസാണ് ആവശ്യം. ദൈവപുത്രൻ പോലും അങ്ങനെയാണ് ജീവിച്ചത്. എങ്കിൽ പിന്നെ നമ്മൾ പ്രൊവിഡൻസ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം പ്രൂഡൻസോടുകൂടി ആയിരിക്കുക എന്നുള്ളതാണ്.